ഹലോ എവ്രിവൺ. ആരെക്കുറിച്ചും ചിന്തിക്കാത്ത, ആരെയും ഫ്രണ്ട്സാക്കാത്ത, തനിക്ക് തൻ്റെ അമ്മ മാത്രം മതിയെന്ന് കരുതുന്ന ഒരു കൊച്ചു പെൺകുട്ടി. അവളുടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ കുട്ടിയുടെ അമ്മയ്ക്ക് ക്യാൻസർ വന്നത്. ഇനി കുറച്ച് നാളുകൊണ്ട് തൻ്റെ അമ്മ മരിക്കുമെന്ന് മനസ്സിലാക്കിയ ആ കൊച്ചു പെൺകുട്ടി തൻ്റെ അമ്മയുടെ അവസാന നാളുകളിൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്ത് അമ്മയുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളെല്ലാം സാക്ഷാത്കരിക്കണമെന്ന് കരുതി ഓരോന്ന് ചെയ്യുന്നുണ്ട്. ആ കൊച്ചു പെൺകുട്ടി അവളുടെ അമ്മയുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റിയോ? അവസാനം ആ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് അമ്മയ്ക്കും മകൾക്കും ഇടയിലുള്ള സ്നേഹം വിളിച്ചു പറയുന്ന സിനിമയാണ് 2010 പുറത്തിറങ്ങിയ വെഡിങ് ഡ്രസ്. ഇവരുടെ കഥ നമുക്കൊന്ന് കേട്ടു നോക്കാം. സോ വൺസ് അഗെയിൻ ഇറ്റ്സ് മീ, വെൽക്കം ബാക്ക് ടു മൂവി മന്ത്ര മലയാളം. ഈ സിനിമയുടെ തുടക്കത്തിൽ നായിക വൂനെയാണ് കാണിക്കുന്നത്. വൂൻ ക്രിസ്ത്യൻ ബ്രൈഡ്സ് എല്ലാം ധരിക്കുന്ന വൈറ്റ് ഗൗൺ ഡിസൈൻ ചെയ്യുന്ന ജോലിയാണ് ചെയ്യുന്നത്. അവിടുന്ന് കട്ട് ചെയ്ത വൂന്റെ മകൾ സോറയെയാണ് പിന്നെ കാണിക്കുന്നത്. സോറ സ്കൂള് കഴിഞ്ഞ് പുറത്തേക്ക് വന്നു. പെട്ടെന്ന് അവളുടെ അമ്മയ്ക്ക് കോൾ ചെയ്ത് ഞാൻ സ്കൂളിന് പുറത്തുണ്ട്, വന്ന് പിക്ക് ചെയ്യെന്ന് പറയും. വൂനും കാറിൽ വന്ന് സോറയെ പിക്ക് ചെയ്യും. രണ്ടുപേരും കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വൂൻ സോറയോട് ഇന്ന് എന്തായാലും മഴ പെയ്യുമെന്ന് രാവിലെ ന്യൂസിൽ പറഞ്ഞതല്ലേ, നീ എന്താ കൊടയെടുക്കാതെ പോകുന്നത് എന്ന് ചോദിച്ച് വഴക്കു പറയും. ഇപ്പൊ വൂനിന് അവളുടെ ബോസിന്റെ അടുത്ത് നിന്ന് കോള് വരും. ആക്ച്വലി അവിടെ എന്താണ് നടന്നതെന്ന് വെച്ചാൽ ഒരു വെഡ്ഡിങ്ങിന് വേണ്ടി ഒരു വൈറ്റ് ഡ്രസ്സ് റെഡിയാക്കി കൊടുത്തിരുന്നു. എന്നാൽ അത് വേറൊരു പെണ്ണിന് വേണ്ടി റെഡിയാക്കി വെച്ചതായിരുന്നു. അത് മാറി ഈ ബ്രൈഡിന് എടുത്തു കൊടുത്തു. അതാ പെണ്ണിന് പാകമായിരുന്നില്ല. ഫംഗ്ഷൻ തുടങ്ങാൻ ഇനി 10 മിനിറ്റേ ഉള്ളൂ. സോ പെട്ടെന്ന് വേറൊരു ഡ്രസ്സ് എടുത്ത് വായെന്ന് പറഞ്ഞതുകൊണ്ട് വൂനും ഒരു വിധത്തിൽ ആ ഡ്രസ്സ് കൊണ്ടുപോയി കൊടുക്കും. സോറയ്ക്ക് അച്ഛനില്ല, അമ്മ മാത്രമാണുള്ളത്. അച്ഛൻ അവളുടെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയതാണ്. വൂനും സിംഗിൾ പാരന്റ് ആയാണ് മകളെ വളർത്തുന്നത്. സോറ ബാലറ്റ് ഡാൻസ് പഠിക്കണമെന്ന് വൂന്റെ വലിയ ആഗ്രഹമാണ്. അതുകൊണ്ട് അവിടെയുള്ള ഒരു ബാലറ്റ് ഡാൻസ് ക്ലാസ്സിൽ അവളെ ചേർത്തു. എന്നാൽ സോറയ്ക്ക് അതിൽ വലിയ താല്പര്യമില്ല. സോ ബാലറ്റ് ക്ലാസ്സിൽ പോവാതെ അതിനടുത്തൊരു കരാട്ടെ ക്ലാസ് ഉണ്ടായിരുന്നു, അവിടേക്ക് പോവും. അവിടെയുള്ള കരാട്ടെ മാസ്റ്ററും അവന്റെ ഗേൾ ഫ്രണ്ടിനോട് സംസാരിക്കുകയായിരുന്നു. എൻ്റെ അടുത്ത് വലിയ വലിയ കാറുകളൊക്കെ ഉണ്ട്, ഒരുപാട് കുട്ടികൾ എൻ്റെ അടുത്ത് നിന്ന് കരാട്ടെ പഠിക്കുന്നുണ്ട്, എൻ്റെ അടുത്ത് ഒരുപാട് പണമുണ്ട്, പ്ലീസ് എന്നെ വീട്ടിൽ പോകല്ലേ എന്ന് കെഞ്ചുന്നുണ്ടായിരുന്നെങ്കിലും ഗേൾ ഫ്രണ്ട് അവനെ ബ്രേക്കപ്പ് ചെയ്യും. ഇതെല്ലാം കേട്ട സോറയും മാസ്റ്ററിന്റെ അടുത്ത് വന്ന് നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടെന്ന് ഫോണിൽ പറയുന്നത് കേട്ടു, എന്നാൽ ഇവിടെ ആരും കാണുന്നില്ലല്ലോ, നിങ്ങൾ കള്ളം പറഞ്ഞതാണോ എന്ന് ചോദിക്കും. ഇവിടെ വൂൻ അവളുടെ ഫ്രണ്ട്സിനോടൊപ്പം ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്ന് നായ്ക്കറി ഓർഡർ ചെയ്ത് കഴിക്കും. ആക്ച്വലി വൂണിന് നായ്ക്കറി തീരെ ഇഷ്ടമായിരുന്നില്ല. ഇതെല്ലാം മനുഷ്യന്മാർ കഴിക്കൂ എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ നായ്ക്കറി വൂൻ ഓർഡർ ചെയ്ത് കഴിക്കുകയാണ്. ഇത് കണ്ട ഫ്രണ്ട്സും നിനക്ക് എന്തു പറ്റി, നീ നായ്ക്കറിയെല്ലാം കഴിക്കുന്നു, ഒരു പുതുമ എന്താ എന്ന് ചോദിക്കും. അതിന് വൂനും നിങ്ങൾ ഇത് ടേസ്റ്റിന് വേണ്ടിയാണ് കഴിക്കുന്നത്, എന്നാൽ ഞാനിത് എൻ്റെ ഹെൽത്തിന് വേണ്ടിയാണ് കഴിക്കുന്നതെന്ന് പറയും. അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് സംസാരിച്ചിരിക്കുമ്പോൾ വൂന് ഒരു കോള് വരും. ഇവളും കോൾ അറ്റൻഡ് ചെയ്ത് എന്ത്, അവൾ എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിച്ചെന്നോ, അവളുടെ അഡ്രസ് അയക്ക്, ഞാൻ അവളെ എന്നും പറഞ്ഞ് ദേഷ്യത്തിൽ ഇവൾ അവിടുന്ന് പോവും. ഇപ്പുറത്ത് സോറ ഡെയിലി ബാലറ്റ് ക്ലാസ്സിലേക്ക് പോവാണെന്ന് പറഞ്ഞ് കരാട്ടെ ക്ലാസ്സിൽ ചെന്നിരുന്ന് സമയം പോക്കും. ആ കരാട്ടെ മാസ്റ്ററും നീ എന്താ ഡെയിലി ഇവിടെ വന്നിരിക്കുന്നത്, മര്യാദയ്ക്ക് ബാലറ്റ് ക്ലാസ്സിലേക്ക് പോയിക്കോ എന്ന് പറയും. അതിന് സോറയും എനിക്ക് അവിടെ പോവാൻ തീരെ ഇഷ്ടമല്ല, ഡെയിലി ഞാൻ ഒരു അരമണിക്കൂർ ഇവിടെ വന്നിരുന്നോട്ടെ, നിങ്ങളും ഇവിടെ വെറുതെ ഇരിക്കുകയല്ലേ എന്ന് പറയും. ഇത് കേട്ട മാസ്റ്ററും എന്ത് എന്നും വരുന്നോ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ സോറയ്ക്ക് അവളുടെ അമ്മയുടെ അടുത്ത് നിന്ന് കോള് വരും. ഇവളും നാളെ കാണാം മാസ്റ്റർ എന്ന് പറഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് പോവും. വൂൻ ഒരു ലേഡിക്ക് കുറച്ച് പണം കടം കൊടുത്തിരുന്നു. എന്നാൽ ആ ലേഡി ആ പണം തിരിച്ചു കൊടുക്കാതെ ഇവളെ ഇട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ വൂൻ ആ ലേഡിയുടെ അഡ്രസ്സ് കണ്ടുപിടിച്ച് സോറയും കൂട്ടി ആ ലേഡിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. എന്നിട്ട് വലിയ അപ്പാർട്ട്മെന്റിൽ സുഖിച്ചിരിക്കുകയാണല്ലേ, ഇതെല്ലാം എൻ്റെ കാശല്ലേ, ഇനി നിന്നെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല, നീ എൻ്റെ കാശ് തരുന്നത് വരെ ഞാൻ ഇവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് വൂൻ അവളുടെ ബെഡിൽ കയറി കിടന്നു. വേറെ വഴിയില്ലാത്തത് കൊണ്ട് ആ ലേഡിയും പണം തിരിച്ചു കൊടുത്തു. അങ്ങനെ അവിടുന്ന് രണ്ടുപേരും പോയി ഫുഡ് കഴിച്ചു. അപ്പൊ സോറ അമ്മേ നമ്മൾ പണക്കാരാണോ എന്ന് വൂനോട് ചോദിച്ചു. അതിന് വൂനും നിനക്കെന്താ ഇത്ര സംശയം, നമ്മൾ എപ്പോഴും പണക്കാരാണ്, നിനക്ക് എന്താ വേണ്ടതെന്ന് പറ, ഞാൻ വാങ്ങിത്തരാമെന്ന് പറയും. സോറയും എനിക്കൊരു വീഡിയോ പ്ലെയർ വേണമെന്ന് പറയും. ഇവരവിടുന്ന് നേരെ കടയിൽ പോയി വീഡിയോ പ്ലെയറും വാങ്ങിച്ച് ഇവരുടെ വീട്ടിലേക്ക് വന്ന് അത് വെച്ച് കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ സോറ വീണ്ടും അമ്മ TV വളരെ ചെറുതായതുകൊണ്ട് നന്നായി കളിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞതും വൂൻ വലിയൊരു TV ഓർഡർ ചെയ്ത് വരുത്തി ഫിറ്റ് ചെയ്യും. വൂന് ഒരു ചേട്ടനുണ്ട്, അവന്റെ കല്യാണവും കഴിഞ്ഞതാണ്. ആ ചേട്ടന്റെ ഭാര്യയ്ക്ക് സോറയെ വളരെ ഇഷ്ടമാണ്, നന്നായി നോക്കും.
സോറയ്ക്കും ആന്റിയെ വളരെ ഇഷ്ടമാണ്. വൂൻ നേരെ ചേട്ടന്റെ ഓഫീസിലേക്ക് ചെന്ന് ചേട്ടനെയും കൂട്ടി ഒരു കാർ ഷോറൂമിലേക്ക് പോവും. അവിടെ ചെന്ന് ഒരു കാറ് നോക്കി, ഈ കാറ് കാണാൻ സൂപ്പർ ആണല്ലേ, നിനക്കിത് വേണമെങ്കിൽ ഞാൻ വാങ്ങിത്തരാം, ഇരിക്കട്ടെ എന്ന് പറയും. ഇതെല്ലാം കണ്ട ചേട്ടനും നിനക്ക് എന്തു പറ്റി, കാശ് വെറുതെ ആവശ്യമില്ലാതെ ചെലവാക്കരുത്, എനിക്ക് ഓൾറെഡി കാർ ഉണ്ടല്ലോ എന്ന് പറയും. അതിന് വൂനും നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, കാർ ഞാൻ എന്റെ ചേട്ടത്തിക്ക് വാങ്ങിക്കൊടുത്തോളാം എന്ന് പറയും. ചേട്ടനും ദേഷ്യപ്പെട്ട് അവിടുന്ന് പോവും. ഇവിടെ വൂൻ വർക്ക് ചെയ്യുന്ന കടയിലേക്ക് ഒരു പുതിയ കസ്റ്റമർ വന്ന് വെഡ്ഡിംഗ് ഡ്രസ്സ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ കടയുടെ ഓണറാണ് കസ്റ്റമേഴ്സിന് ഡ്രസ്സ് കാണിച്ചു കൊടുക്കുന്നത്. എന്നാൽ അവർക്ക് അവിടെയുള്ള ഡിസൈൻസ് ഒന്നും വലിയ ഇഷ്ടമായില്ല. അപ്പോൾ അവിടെ ഒരു നോട്ടില് വൂൻ വരച്ച ഒരു ഡിസൈൻ അവർ കണ്ടതും അതിവർക്ക് വലിയ ഇഷ്ടമായി. എന്നിട്ട് ഈ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇതുപോലുള്ളൊരു ഡ്രസ്സ് ചെയ്തു തന്നാൽ മതി എന്ന് പറഞ്ഞതും ആ സമയം അവിടേക്ക് വൂൻ വന്നു. അപ്പോൾ കസ്റ്റമറിന്റെ കയ്യിൽ ഇവളുടെ നോട്ട് ഇരിക്കുന്നത് കണ്ട് പെട്ടെന്ന് അത് അവരുടെ കയ്യിൽ നിന്നും വാങ്ങി, സോറി മാം, ഈ ഡിസൈൻ ഞാൻ വേറൊരു കസ്റ്റമറിന് വേണ്ടി വരച്ചതാണ്, ഇത് നിങ്ങൾക്ക് തരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് പോവും. കടയുടെ ഓണറും ഇത് കേട്ട് വൂന്റെ പിന്നാലെ പോയി അവളെ പിടിച്ചു നിർത്തി, നീ എന്താ ഇങ്ങനെ ചെയ്യുന്നേ, ഇതുപോലത്തെ ഡ്രസ്സ് അവർക്ക് ചെയ്തു കൊടുത്താൽ എന്താ പ്രശ്നമെന്ന് ചോദിക്കും. അതിന് വൂനും ഇത് ഞാൻ കസ്റ്റമറിന് വേണ്ടി ചെയ്തതല്ല, എന്റെ സോറയ്ക്ക് വേണ്ടി ചെയ്തതാണെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടുന്ന് പോവും. അങ്ങനെ വീട്ടിലെത്തി സോറയും വൂനും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സോറ അമ്മ വൂനിനോട് നാളെ നമുക്ക് എവിടെയെങ്കിലും പിക്നിക്കിന് പോയാലോ എന്ന് ചോദിക്കും. വൂനും അതിനെന്താ പോവാലോ, എന്നാ അതിനെന്തെങ്കിലും ഭക്ഷണം കൊണ്ടുപോകണ്ടേ എന്ന് ചോദിക്കും. സോറയും നമുക്ക് പുറത്തു നിന്ന് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് പറയും. എന്നാൽ വൂന് സോറയ്ക്ക് വേണ്ടി അവളുടെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം. എന്നാൽ അവൾക്ക് പാചകമൊന്നും അറിയില്ല. എന്നാലും മകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തേ മതിയാകൂ എന്ന് കരുതി നൈറ്റ് ഇരുന്ന് എങ്ങനെയൊക്കെയോ ഫുഡ് റെഡിയാക്കി സെറ്റാക്കി വെച്ചു. എന്നാൽ പിറ്റേന്ന് മഴ പെയ്തതുകൊണ്ട് ഇവർക്ക് പിക്നിക്കിനും പോകാൻ കഴിഞ്ഞില്ല. രണ്ടുപേരും വിഷമിച്ചിരിക്കുകയാണ്. അപ്പൊ വൂൻ സോറയോട് ഇവിടെയല്ലേ മഴ പെയ്യുന്നുള്ളൂ, നമുക്ക് മഴ പെയ്യാതെ ദൂരെ എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കാറിൽ അവിടുന്ന് പോവും. എന്നിട്ട് ദൂരെയുള്ള ഒരു ബീച്ചിൽ പോയി അവരവരുടെ പിക്നിക് എൻജോയ് ചെയ്തു. വൂൻ മുൻപത്തെക്കാളും സോറയോട് വളരെ സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. ഇപ്പൊ അവളോട് ദേഷ്യപ്പെടാറൊന്നുമില്ല. അങ്ങനെ പിക്നിക് എല്ലാം കഴിഞ്ഞ് വൂനും സോറയും ചേട്ടന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് വൂൻ മയങ്ങി വീണു. അവളെ എടുത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോഴാണ് ഡോക്ടർ ഒരു കാര്യം പറഞ്ഞത്, വൂന് ക്യാൻസർ ആണ്, കുറച്ചായി അവൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുൻപും ഇവരിവിടെ ട്രീറ്റ്മെന്റിന് വന്നിട്ടുണ്ട്. നിങ്ങളോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലേ എന്ന് ചേട്ടനോട് ചോദിക്കുമ്പോഴാണ് ചേട്ടൻ ഈ കാര്യം അറിഞ്ഞത്. തൻ്റെ അനിയത്തി ഇങ്ങനൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കിയ ചേട്ടനും ഒരുപാട് വിഷമിച്ചു. നെക്സ്റ്റ് ഡേ സോറ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് ആ കരാട്ടെ മാസ്റ്റർ സ്കൂളിന്റെ ഗേറ്റിൽ നിന്ന് കുട്ടികൾക്ക് നോട്ടീസ് കൊടുത്ത് കരാട്ടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞ കെഞ്ചാണ്. സോറ അവിടേക്ക് വരുന്നത് കണ്ട മാസ്റ്റർ അവളോട്, നീ ഇവിടെയാണോ പഠിക്കുന്നത്, ഇതാ ഈ നോട്ടീസ് എല്ലാം നിന്റെ ഫ്രണ്ട്സിന് കൊടുക്കുക എന്ന് പറഞ്ഞതും സോറയും ഇപ്പൊ നോട്ടീസ് കൊടുത്താൽ ആരും വാങ്ങില്ല, ഈവനിങ് സ്കൂൾ വിട്ട് പോകുമ്പോൾ കൊടുത്താൽ മതി എന്നും പറഞ്ഞ് സോറ സ്കൂളിലേക്ക് പോകും. ലഞ്ച് ടൈമിൽ സോറ ഫുഡ് വാങ്ങിക്കൊണ്ട് വന്ന് കഴിക്കുകയാണ്. അപ്പോൾ അവളുടെ ക്ലാസ്സിലുള്ള ജീന എന്ന പെൺകുട്ടി ഇവളുടെ അടുത്തേക്ക് വന്ന് ഇവളുടെ ബദാം പാൽ എടുത്ത് പാതി കുടിച്ച്, എനിക്ക് ബദാം പാൽ വലിയ ഇഷ്ടമാണ്, സോ പാതി ഞാൻ കുടിച്ചു, ബാക്കിയുള്ളത് നീ കുടിച്ചോ എന്നും പറഞ്ഞ് ഇവളെ വെറുപ്പിച്ചിട്ട് പോവും. സോറയ്ക്ക് വലിയ ദേഷ്യം വന്നു. ബാക്കിയുള്ള പാലെടുത്ത് ജീനയുടെ ഫുഡിലേക്ക് ഒഴിച്ച്, നിനക്കല്ലേ ഇഷ്ടമാണെന്ന് പറഞ്ഞത്, ബാക്കി കൂടെ നീ തന്നെ കുടിച്ചോ എന്നും പറഞ്ഞ് ദേഷ്യത്തിൽ അവിടുന്ന് പോവും. വൂൻ കടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സോറയുടെ സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് അവൾക്ക് കോള് ചെയ്തതും ഇവൾ സ്കൂളിലേക്ക് പോയി ഹെഡ് മിസ്ട്രസിനെ മീറ്റ് ചെയ്യും. എന്നിട്ട് നിങ്ങളുടെ മകൾക്കും ജീന എന്ന പെൺകുട്ടിക്കും തമ്മിൽ വഴക്കായി. ഇങ്ങനെയായിരുന്നു ഒരു ദിവസം. സോറയുടെ വാട്ടർ ബോട്ടിലെടുത്ത് ജീന അറിയാതെ വെള്ളം കുടിച്ചു. അപ്പൊ സോറ അവളോട്, എന്റെ വെള്ളം നീ എന്തിനാ എടുത്തു കുടിച്ചത്, നീ എന്താ പിച്ചക്കാരിയാണോ എന്ന് അവൾ ചീത്ത പറഞ്ഞു. ഇത് കണ്ട ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ജീനയെ പിച്ചക്കാരി എന്ന് വിളിച്ച് കളിയാക്കാൻ തുടങ്ങി. ആ ദേഷ്യത്തിലാണ് അവൾ അങ്ങനെ ചെയ്തത്. വൂനും മിസ്സിനോട് സോറയ്ക്ക് ആരെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടുണ്ടോ എന്ന് ചോദിക്കും. മിസ്സിന്റെ എക്സ്പ്രഷനിൽ തന്നെ സോറയ്ക്ക് ഫ്രണ്ട്സ് ആയിട്ട് ആരുമില്ല എന്ന് മനസ്സിലായി. ഇപ്പുറത്ത് കരാട്ടെ മാസ്റ്ററെയാണ് കാണിക്കുന്നത്. അവന് ആ ബാലറ്റ് ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചറിനെ ഒരു നോട്ടമുണ്ട്. എന്നിട്ട് അവൻ ആ ടീച്ചറിനെ ഒരു സൈഡിൽ നിന്ന് സൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സൈറ്റ് അടിച്ചു കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് വന്നപ്പോൾ അവിടെ സോറ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇവൻ കൊടുക്കാൻ വെച്ച നോട്ടീസിൽ ചോക്ലേറ്റ് ഒട്ടിച്ചു വെച്ച്, ഇനി ഇതെല്ലാവർക്കും കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് പോവും. വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അവളുടെ അമ്മ ബാത്റൂമിൽ വൊമിറ്റ് ചെയ്യുകയായിരുന്നു. ഇത് കണ്ട് സോറയും അമ്മയ്ക്ക് എന്താ പറ്റിയതെന്ന് അമ്മയോട് ചോദിച്ചു. അതിന് വൂനും, ഒന്നുമില്ല, ലഞ്ചിന് ഞാൻ ഒരുപാട് ഫുഡ് കഴിച്ചു,
അത് ചിലപ്പോൾ പറ്റാഞ്ഞിട്ടായിരിക്കുമെന്ന് പറയും. അങ്ങനെ വൂൻ ജോലിയെല്ലാം കഴിഞ്ഞ ശേഷം നീ എന്താ നിന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാത്തത്? ഫ്രണ്ട്സിന്റെ ഒപ്പം ഇരുന്ന് അവരോട് സംസാരിച്ച് എൻജോയ് ചെയ്ത് ഫുഡ് കഴിച്ചൂടെ എന്ന് ചോദിക്കും. ഇല്ല, അത് വേസ്റ്റ് ആണ്, ഞാൻ അത് കഴിക്കില്ല എന്ന് സോറ പറയും. അത് വേസ്റ്റ് ഒന്നുമല്ല, നീ വലുതായി നിന്റെ കല്യാണം കഴിഞ്ഞ് നിന്റെ ഹസ്ബൻഡ് നിനക്ക് ഉമ്മ തരില്ലേ, അപ്പോ അത് വേസ്റ്റ് ആണോ? അങ്ങനെയൊന്നും അല്ലാന്ന് അവൾക്ക് വൂൻ മനസ്സിലാക്കി കൊടുക്കുമ്പോ ഞാൻ എന്തിന് കല്യാണം കഴിക്കണം, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാമെന്ന് സോറ പറയും. അതിന് വൂനും എന്ത് ഒറ്റയ്ക്കോ? നിനക്ക് ഒറ്റയ്ക്കൊന്നും ജീവിക്കാൻ കഴിയില്ല, നിനക്കൊരു കൂട്ട് വേണം, മര്യാദയ്ക്ക് ഫ്രണ്ട്സിന്റെ കൂടെ ഫുഡ് ഷെയർ ചെയ്ത് കഴിക്കണമെന്ന് ദേഷ്യപ്പെട്ട് പറഞ്ഞു. ഇപ്പൊ സോറയും എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, നിങ്ങളെക്കാളും ആന്റിക്കാണ് എന്നോട് സ്നേഹക്കൂടുതൽ എന്ന് പറഞ്ഞപ്പോ ഇത് കേട്ട വൂനും ദേഷ്യം വന്ന് അങ്ങനെയാണെങ്കിൽ നീ നിന്റെ ആന്റിയുടെ കൂടെ പൊയ്ക്കോ എന്നും പറഞ്ഞ് ദേഷ്യത്തില് റൂമിലേക്ക് പോയി വാതിലടച്ച് അലറിക്കരയും. കാരണം ഇനി കുറച്ചു നാൾ മാത്രമേ ഇവൾ ജീവനോടെ ഉണ്ടാവുള്ളൂ. അതിനുള്ളിൽ തന്റെ മകൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാകണമെന്ന് അവൾ ആഗ്രഹിച്ചു. നെക്സ്റ്റ് ഡേ വൂൻ അവളുടെ ജോലിയെല്ലാം കഴിഞ്ഞ് സോറയെ കാണാൻ വേണ്ടി അവളുടെ ബാലറ്റ് ക്ലാസ്സിലേക്ക് പോവും. അവിടെ അന്വേഷിച്ചപ്പോ സോറ ഇവിടേക്ക് വന്നിട്ട് ഒരുപാട് ദിവസങ്ങളായി എന്ന് പറയും. ഇതെന്താ ഇങ്ങനെ പറയുന്നത്, അവൾ ഡെയിലി ക്ലാസ്സിൽ വരുന്നതാണല്ലോ എന്ന് പറഞ്ഞ് സോറയ്ക്ക് കോൾ ചെയ്ത് നീ എവിടെയാണെന്ന് ചോദിക്കും. സോറയും അമ്മ ഞാൻ ബാലറ്റ് ക്ലാസ്സിലാണ് ഉള്ളത് എന്ന് പറഞ്ഞ് കരാട്ട ക്ലാസ്സിൽ നിന്നും ഇറങ്ങി വരുന്നത് വൂൻ കണ്ടു. എന്നിട്ട് വൂൻ സോറയും കൂട്ടി കരാട്ടെ മാസ്റ്ററിന്റെ അടുത്ത് വന്ന് നിനക്ക് സമയം പോകുന്നില്ല എന്ന് കരുതി ബാലറ്റ് ക്ലാസ്സിന് പോയ എന്റെ മോളെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുകയാണോ എന്ന് ചോദിക്കും. മാസ്റ്ററും ഇല്ല, ഞാനൊന്നും അല്ല അവൾ ഇവിടെ വിളിച്ചിരുത്തിയത്, നിങ്ങൾ വേണമെങ്കിൽ അവളോട് തന്നെ ചോദിച്ചു നോക്ക് എന്ന് പറയും. അപ്പൊ സോറയും അങ്കിൾ ഇനി ഇങ്ങനെ ചെയ്യരുതെന്നും പറഞ്ഞ് അവിടുന്ന് പോവും. നെക്സ്റ്റ് ഡേ സോറയുടെ ബർത്ത്ഡേ ആണ്. സോ നിന്റെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യ്, വഴക്കുണ്ടാക്കാതെ അവരുടെ അടുത്തെല്ലാം നന്നായി സംസാരിക്കുക എന്ന് പറഞ്ഞ് സോറയെ വൂൻ സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ട് വീട്ടില് ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ ഡെക്കറേഷൻസും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സോറ അവളുടെ ബർത്ത്ഡേക്ക് ആരെയും ഇൻവൈറ്റ് ചെയ്തില്ല. ആരും വന്നില്ലെങ്കിലും നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അമ്മയും മകളും കേക്ക് മുറിച്ച് സന്തോഷത്തോടെ സെലിബ്രേറ്റ് ചെയ്യും. വൂൻ സോറയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഒരു സൈക്കിൾ വാങ്ങിക്കൊടുക്കും. എന്നാൽ സോറയ്ക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയില്ല. സോ ഞാൻ നിന്നെ സൈക്കിൾ ഓടിപ്പിക്കാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് വൂൻ സോറയ്ക്ക് സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിച്ചു കൊടുക്കും. സോറയും നന്നായി സൈക്കിൾ ഓടിക്കാൻ പഠിച്ചു. എന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ വൂൻ അവിടെ ശ്വാസം കിട്ടാതെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് വീട്ടിലേക്ക് പോയി ടാബ്ലറ്റ് എടുത്ത ശേഷമാണ് അവൾക്ക് കുറച്ചെങ്കിലും ആശ്വാസമായത്. ഇതെല്ലാം ഒരു സൈഡിൽ നിന്ന് സോറയും കാണുന്നുണ്ട്. തന്റെ അമ്മയ്ക്ക് എന്തോ അസുഖമാണെന്ന് മനസ്സിലാക്കി സോറ നേരെ ആന്റിയുടെ വീട്ടിലേക്ക് വന്ന് ആന്റിയോട് അമ്മ ഇപ്പോ ഒരുപാട് മരുന്ന് കഴിക്കുന്നുണ്ട്, അമ്മ മരിക്കാൻ പോവാണോ എന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കും. ആന്റിക്കും എന്ത് പറയണമെന്നറിയാതെ അവസാനം സത്യം പറയും. ഇത് കേട്ടതും സോറയ്ക്ക് വല്ലാതെ വിഷമം വന്ന് കരഞ്ഞു. എപ്പോഴും അവൾ സ്കൂളിലേക്ക് പോകുമ്പോൾ കുട എടുക്കാറില്ല. അതുപോലെ ഇന്നും അവൾ കുട എടുത്തിട്ടില്ലായിരുന്നു. സ്കൂൾ വിട്ട് പുറത്തേക്ക് വന്നതും നന്നായി മഴ പെയ്യുന്നുണ്ടായിരുന്നു. സോറ ഒരു സൈഡിലേക്ക് ഒതുങ്ങി നിൽക്കുന്ന സമയത്ത് വൂൻ കുടയെടുത്ത് അവളെ കൊണ്ടുപോകാനായി വന്നു. രണ്ടുപേരും അവിടുന്ന് നേരെ വൂൻ വർക്ക് ചെയ്യുന്ന കടയിലേക്ക് പോയി. എന്നിട്ട് അവിടുന്ന് സംസാരിക്കുമ്പോൾ സോറ വൂനോട് അമ്മയുടെ കല്യാണത്തിന് എന്താ വൈറ്റ് ഡ്രസ് ഇടാഞ്ഞത് എന്ന് ചോദിക്കും. അതിന് വൂനും ആ സമയം നിന്റെ അച്ഛന്റെ കയ്യിൽ പണം ഇല്ലായിരുന്നു, നമ്മൾ അത്ര സൗകര്യത്തിലൊന്നും അല്ലായിരുന്നു എന്ന് പറയും. അപ്പൊ സോറ അവളുടെ അമ്മയ്ക്ക് ഒരു വെഡ്ഡിംഗ് ഡ്രസ്സ് ഇടിപ്പിച്ചു കൊടുത്ത് രണ്ടുപേരും ചേർന്ന് ഡാൻസ് കളിക്കും. ഇത് കടയുടെ പുറത്ത് നിന്ന് അവളുടെ ചേട്ടൻ കണ്ട് സന്തോഷപ്പെട്ടു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. സോറ അവളുടെ അമ്മയുടെ കൂടെ ഹാപ്പി ആയിരുന്നു. ഡെയിലി അവൾ എഴുന്നേൽക്കുന്ന സമയം അവളുടെ അമ്മയ്ക്ക് ശ്വാസമുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. വൂനും കടയിലേക്ക് പോയി ഓണറിനോട് ഇനി മുതൽ നിങ്ങൾ വേറെ ആരെങ്കിലും ജോലിക്കെടുത്തോളൂ, ഞാൻ ഇനി വരില്ല എന്ന് പറയും. ഓണറും നീ എവിടെ പോവാ, നിന്നെക്കാൾ നല്ലൊരു ഡിസൈനറെ കണ്ടുപിടിക്കുന്നതെല്ലാം പാടാണ് എന്ന് പറയും. വൂനും ഞാൻ സോറയുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോവാണെന്ന് പറയും. ഇത് കേട്ട ഓണറും നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്, നീ ഇവിടെ ജോലി ചെയ്യണ്ട, ദയവ് ചെയ്ത് വീട്ടിലേക്ക് പോയെന്ന് പറഞ്ഞ് അവരും കരഞ്ഞുകൊണ്ട് അവിടുന്ന് പോവും. താൻ മരിച്ച ശേഷം സോറയെ നോക്കാൻ ഒരാൾ വേണം. സോ വൂൻ അവളുടെ ചേച്ചിയെ പോയി കാണും. എന്നിട്ട് നീ എൻ്റെ മോളെ സംരക്ഷിക്കോ, അവളെ നന്നായി പഠിപ്പിക്കണം, നിന്നെ കൊണ്ട് അതിന് കഴിയോ എന്ന് ചോദിക്കും. ചേച്ചിയും അതിനെന്താ, ഞാൻ നോക്കിക്കോളാം, നീ മരിച്ച ശേഷം നിന്റെ ഇൻഷുറൻസ് പണമെല്ലാം നിന്റെ മകളുടെ പേരിലല്ലേ ഉണ്ടാവുക എന്ന് ചോദിക്കും. അപ്പോൾ കാശിന് വേണ്ടിയാണ് മകളെ നോക്കാമെന്ന് ചേച്ചി പറഞ്ഞതെന്ന് അവൾക്ക് മനസ്സിലായി. വൂൻ നേരെ വിഷമത്തോടെ ചേട്ടൻ്റെ വീട്ടിലേക്ക് വരും.
എന്നിട്ട് ചേട്ടത്തിയോട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞതും ചേട്ടത്തിക്ക് ദേഷ്യം വന്ന് നേരെ വൂന്റെ ചേച്ചിയുടെ അടുത്ത് വന്ന് അവളെ അടിച്ച്, നിനക്ക് ബുദ്ധിയില്ലേ, അവൾ ഏതവസ്ഥയിലാണ് ഉള്ളതെന്ന് പോലും നോക്കാതെ പണത്തിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് നന്നായി വഴക്ക് പറയും. ഇപ്പൊ വൂൻ വീട്ടിലുള്ള മകളുടെ ഫോട്ടോസ് എല്ലാം നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചേട്ടന്റെ മകൻ സോറയുടെ ഫുഡ് എടുത്ത് കഴിക്കും. അത് വേസ്റ്റ് ആണെന്ന് പറഞ്ഞ് സോറ ആ ഫുഡ് കഴിച്ചില്ല. വൂൻ അത് കഴിക്കുകയെന്ന് സോറയോട് പറയുന്നുണ്ടെങ്കിലും അത് വേസ്റ്റ് ആണെന്ന് പറഞ്ഞ് അവൾ വാശി പിടിച്ച് കഴിച്ചതേയില്ല. വൂന് നന്നായി ദേഷ്യം വന്നു. എന്നിട്ട് സോറയെ കൂട്ടിക്കൊണ്ടുപോയി, നിന്റെ വിചാരം എന്താ, ഇങ്ങനെ എല്ലാവരോടും ദേഷ്യപ്പെട്ട അവസാനം നിനക്ക് ആരും ഉണ്ടാവില്ല, നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുമെന്നാണോ കരുതിയത്, പറ എന്ന് പറയും. സോറയും അമ്മ എൻ്റെ കൂടെ ഉണ്ടാവില്ലേ, എനിക്കത് മതി, വേറെ ആരും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് സോറ കരയും. എന്നിട്ട് പ്ലീസ് അമ്മ എന്നെ വിട്ട് പോകരുത് എന്ന് പറയുമ്പോൾ വൂനും ഇല്ല, ഞാൻ നിന്നെ വിട്ട് എവിടെയും പോവില്ല, നിന്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് മകളെ കെട്ടിപ്പിടിക്കും. അന്ന് രാത്രി വൂന് തീരെ സുഖമില്ലാതായി. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അപ്പൊ സോറ ഇനി തന്റെ അമ്മയുടെ എല്ലാ ആഗ്രഹങ്ങളും നടത്തി കൊടുക്കണമെന്ന് തീരുമാനിച്ച് നേരെ ബലറ്റ് ക്ലാസ്സിലേക്ക് പോവും. എന്നാൽ ഇവൾ പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ട് ഇവൾക്ക് സ്റ്റെപ്സ് ഒന്നും കിട്ടുന്നില്ല. അതിനുശേഷം സ്കൂളിലേക്ക് പോയി ഇവളുടെ ശത്രുവായിരുന്ന ജീനയുടെ അടുത്ത് ചെന്ന് ഒരു ഗിഫ്റ്റ് കൊടുത്ത്, സോറി, എന്നോട് ക്ഷമിക്കണം, ഞാൻ നിന്നോട് ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഫ്രണ്ടാവും. സ്കൂൾ വിട്ടതും സോറ ഹോസ്പിറ്റലിലേക്ക് അമ്മയെ കാണാൻ വരും. എന്നാൽ അവൾ ഒറ്റയ്ക്കായിരുന്നില്ല വന്നത്. ക്ലാസ്സിലെ അവളുടെ ഫ്രണ്ട്സിനെ എല്ലാവരെയും കൂട്ടി വന്ന് അമ്മയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു കൊടുക്കും. വൂനും അത് വളരെ സന്തോഷമായി. സോറയ്ക്ക് ശരിയായി ഡാൻസ് കളിക്കാൻ കഴിയാത്തത് കൊണ്ട് ബലറ്റ് ടീച്ചർ അവളോട് ഇത്തവണ വേണ്ട, നന്നായി പ്രാക്ടീസ് ചെയ്ത് അടുത്ത വർഷത്തെ ഫംഗ്ഷന് കളിക്കാൻ ഒരു അവസരം തരാമെന്ന് പറയും. ഇക്കാര്യം കരാട്ടെ മാസ്റ്ററിനോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും ടീച്ചറിനോട് പറഞ്ഞ് സമ്മതിപ്പിക്കണമെന്ന് സോറ പറഞ്ഞിരുന്നു. സോ ഇപ്പൊ മാസ്റ്റർ ടീച്ചറിനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. ഇവരും അവരോട് സംസാരിക്കാൻ ഒരു പേടിയുണ്ട്. എന്നിട്ട് ധൈര്യം സംഭരിച്ച് ബലറ്റ് എന്ന് വിളിച്ച് ആ ടീച്ചറിനോട് എല്ലാ കാര്യങ്ങളും പറയും. ആ ടീച്ചറും കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി സോറയ്ക്ക് തനിച്ച് ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കും. സോറയും നന്നായി ഡാൻസ് പഠിച്ചു. ഇവിടെ വൂന്റെ ചേച്ചി അവൾ പറഞ്ഞത് തെറ്റാണെന്ന് മനസ്സിലാക്കി ഹോസ്പിറ്റലിലേക്ക് വന്ന് വൂനോട് ക്ഷമ ചോദിക്കും. അത് മാത്രമല്ല, നിന്റെ പണമൊന്നും എനിക്ക് വേണ്ട, സോറയെ ഞാൻ എൻ്റെ സ്വന്തം മകളായി വളർത്തിക്കോളാം എന്ന് പ്രോമിസ് ചെയ്തു കൊടുക്കും. ഇപ്പൊ സ്റ്റേജ് പെർഫോമൻസ് നടക്കാൻ പോവാണ്. അതിൽ സോറയും ഡാൻസ് കളിക്കുന്നുണ്ട്. എന്നിട്ട് അവളുടെ ഡാൻസ് കാണാൻ വേണ്ടി വൂയും അവിടേക്ക് വന്നിട്ടുണ്ട്. വൂനിപ്പോ കാഴ്ചയെല്ലാം മങ്ങിയതുകൊണ്ട് കടയുടെ ഓണർ വൂന് സോറയെ മനസ്സിലാക്കാൻ വേണ്ടി അവളുടെ ഡ്രസ്സിൽ ഒരു ബ്ലൂ ഫ്ലവർ കുത്തിക്കൊടുത്തു. സോ ഇതുമൂലം വൂന് സോറയെ ഒരു വിധത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. സോറ സ്റ്റേജിൽ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. വൂനും കാഴ്ച മങ്ങിയാണെങ്കിലും ഒരു വിധത്തിൽ സോറയെ കാണാൻ കഴിയുന്നുണ്ട്. എന്നിട്ട് മകളുടെ ഡാൻസ് കണ്ട് നന്നായി സന്തോഷിച്ചു. ഡാൻസ് എല്ലാം കഴിഞ്ഞ് സോറ ഹോസ്പിറ്റലിലേക്ക് വന്ന് അന്ന് രാത്രി അവൾ അമ്മയോടൊപ്പം നിന്നു. രാവിലെ എഴുന്നേറ്റ് അമ്മയെ വിളിച്ചു നോക്കുമ്പോൾ അമ്മയ്ക്ക് ഒരനക്കവും ഇല്ലായിരുന്നു. സോറയും ആ റൂമിൽ നിന്നും പുറത്തു വന്ന് ഡോറ് ലോക്ക് ചെയ്ത് അവിടെ നിന്നു. അപ്പോൾ ഡോക്ടേഴ്സ് അവിടേക്ക് വന്നതും സോറ അവരെ അകത്തേക്ക് കയറ്റി വിട്ടില്ല. എന്നിട്ട് അമ്മ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഉണർത്തണ്ട എന്ന് പറഞ്ഞു നിന്നു. ഡോക്ടേഴ്സിനും കാര്യം മനസ്സിലായി. റൂമിൽ വന്ന് നോക്കിയപ്പോൾ വൂൻ മരിച്ചു പോയിരുന്നു. ഇതെല്ലാം കണ്ട് സോറ അമ്മ അമ്മ എന്ന് വിളിച്ച് കരയുന്നുണ്ട്. അവിടുന്ന് കട്ട് ചെയ്ത് കുറച്ച് നാളുകൾക്ക് ശേഷം സോറ സ്കൂൾ വിട്ട് പുറത്തേക്ക് വന്നതും നന്നായി മഴ പെയ്യുന്നുണ്ടായിരുന്നു. എപ്പോഴും ഇവളുടെ അമ്മയായിരുന്നു കുട എടുത്തോണ്ട് വന്ന് ഇവളെ കൂട്ടിക്കൊണ്ടു പോകാറ്. എന്നാൽ ഇപ്പോ അമ്മയില്ലാത്തത് കൊണ്ട് സോറ തന്നെ കുട എടുത്തോണ്ട് വന്നു. അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം സോറ നന്നായി വളർന്നു. ഇവളുടെ അമ്മ ഇവൾക്ക് വേണ്ടി ഒരു വെഡ്ഡിംഗ് ഡ്രസ് ഡിസൈൻ ചെയ്തിരുന്നു. ആ ഡ്രസ്സ് ഇവൾ ധരിച്ച് ഹാപ്പി ആയിട്ട് നിൽക്കുന്നത് കാണിച്ച് ഈ സിനിമ അവസാനിപ്പിച്ചു. എല്ലാവരുടെയും കണ്ണ് നനയിപ്പിക്കുന്ന ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.